أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم، ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله مولانا العلي العظيم، وصدق وبلغ رسوله النبي الكريم. وقال النبي صلى الله عليه وسلم: عليكم بسنتي وسنة الخلفاء الراشدين المهديين. صدق رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ സാദാത്തുക്കൾ, സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നാട്ടുകാരെ, പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യകുലത്തിന് മാന്യമായി വഴി നടക്കാൻ അല്ലാഹ് വരച്ചു തന്ന വഴിയിടങ്ങളാണ് വിശുദ്ധമായ ഇസ്ലാം. ആ വിശുദ്ധ ഇസ്ലാമിന്റെ മതപരമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിശ്വാസപരമായ അതിന്റെ ചിന്തകളും ചിന്താധാരകളും ഇലാഹിയായ ദർശനമാണ്, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണ് എന്നതുകൊണ്ടു തന്നെ പരിശുദ്ധ ഇസ്ലാം അല്ലാത്ത മുഴുവൻ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നും, വിശുദ്ധ ഇസ്ലാം അല്ലാത്ത സകലമാന ചിന്താധാരകളിൽ നിന്നും ഈ മതത്തെ വ്യതിരിക്തമാക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാം ഇലാഹിയാണ്, ദൈവീകമാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതു തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാം അല്ലാത്ത മറ്റു ചിന്താധാരകളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ ചിന്തകളിൽ ചിലത് ചില മനുഷ്യരുടെ ബുദ്ധികൾ, ആ ബുദ്ധികൾ ഇടപെടുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന സാമൂഹിക പരിസരങ്ങളെ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ട്
ആ ബുദ്ധികളിൽ നിന്ന് നിർഗളിക്കുന്ന, ആ ബുദ്ധികളിൽ നിന്ന് പുറത്തു വരുന്ന ചിന്തകൾ ആ കാലഘട്ടത്തിൽ ചില പ്രാധാന്യങ്ങളൊക്കെ ചില മനുഷ്യരുടെ ബുദ്ധിയിൽ തോന്നിയാൽ പോലും ആ ചിന്തകൾ ആ കാലഘട്ടത്തിന്റെ പരിമിതമായ വൃത്താന്തങ്ങളിൽ തന്നെ അത് പര്യവസാനിക്കുകയാണ്. ഒരു കാലത്ത് മുതലാളിത്ത വർഗം സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ വിയർപ്പിനും അധ്വാനത്തിനും വില കൊടുക്കാതെ സാധുക്കളായ ജനവിഭാഗത്തെയും തൊഴിലാളി വർഗത്തെയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ആ കാലഘട്ടത്തിലെ മുതലാളിത്ത സംഹിതയോടും ചൂഷണങ്ങളോടും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതപൗരോഹിത്യം പിന്തുണ നൽകുകയും അവർ ഘോഷാന പാടുകയും ചെയ്തുകൊണ്ടിരുന്ന ചൂഷണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിൽ നിന്നാണ് മുതലാളിത്തത്തിനെതിരെയുള്ള സാമൂഹിക പോരാട്ടമായി തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരുന്നത്. കമ്മ്യൂണിസമെന്നോ മാർക്സിസമെന്നോ ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ചില ചിന്താധാരകൾ ചില പ്രത്യേകമായ കാലഘട്ടങ്ങളിലെ മുതലാളിത്ത വർഗത്തിന്റെ ചൂഷണങ്ങളോട് നിരന്തരമായി സമരം ചെയ്യുവാനും തൊഴിലാളികളുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും വില മുതലാളിത്തത്തെ ബോധ്യപ്പെടുത്താനും വേണ്ടി നടത്തിയ സമരം, ആ സമരത്തിന്റെ ഭാഗമായി ഉയർന്നുവന്ന പ്രത്യാശാസ്ത്രപരമായ ആശയങ്ങളും ചിന്തകളുമൊക്കെ മുതലാളിത്തത്തോട് തൊഴിലാളി വർഗം ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി. ആ കാലഘട്ടത്തിലെ മുതലാളിത്ത വർഗത്തിന് തൊഴിലാളികളെ ആശ്രയിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ടുതന്നെ മുതലാളിത്തത്തോട് തൊഴിലാളികൾ നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പിൽ സ്വന്തം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന കൃഷിയിടങ്ങൾ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന പോരാട്ടത്തിന്റെയും കടന്നാക്രമണത്തിന്റെയും വഴികളിൽ തൊഴിലാളി വർഗത്തെ ഉത്തേജിപ്പിക്കുവാനും ഉയർത്തിക്കൊണ്ടുവരാനും അന്നത്തെ സാമൂഹിക പരിസരം നൽകിയ പ്രചോദനത്തിൽ നിന്ന് തൊഴിലാളി സമൂഹങ്ങൾക്ക് സാധിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള നിഷേധാത്മകമായ തൊഴിലാളി വർഗത്തിന്റെ സമരമുഖങ്ങൾ സമൂഹത്തിൽ വിജയിക്കുകയില്ല. തൊഴിലാളി വർഗത്തിന്റെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം യന്ത്രങ്ങൾക്കും മെഷീനുകൾക്കും വഴിമാറിപ്പോയപ്പോൾ മുതലാളിത്തത്തോട് നിസ്സഹകരണത്തിന്റെ പേര് പറഞ്ഞു പോരാൻ തൊഴിലാളി വർഗത്തിന് കഴിയാതെ വന്നപ്പോൾ സമന്വയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും വഴികളിൽ അത്തരം പ്രവർത്തനങ്ങൾക്കും ചിന്തകൾക്കും കടന്നു വരേണ്ടി വന്നു എന്നതും തൊഴിലാളി വർഗത്തെ മാത്രം സ്വാധീനിക്കുകയും വിലയിരുത്തുകയും ചെയ്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രത്യാശാസ്ത്രങ്ങൾ രൂപം കൊണ്ട മണ്ണിൽ തന്നെ ഒരു നൂറ്റാണ്ട് പോലും പൂർത്തിയാക്കാൻ കഴിയാതെ ആ ചിന്തകൾ പര്യവസാനിക്കുകയും ചെയ്തു എന്നത് ചരിത്രം നമ്മളോട് വിളിച്ചു പറയുന്ന യാഥാർത്ഥ്യമാണ്. ഇലാഹിയായ ദർശനങ്ങൾക്ക് മാത്രമേ, അള്ളാഹുവിൽ നിന്നുള്ള ദർശനങ്ങൾക്ക് മാത്രമേ കാലഘട്ടത്തിന്റെ കുത്തൊഴുക്കിന് മുന്നിൽ ബുദ്ധിപരമായ ചിന്തകളും ചിന്താകിരണങ്ങളും കൈമാറി പ്രബോധിത സമൂഹത്തിന്റെ മനതലങ്ങളെ പ്രജ്വലമാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ചില ഇതുപോലെയുള്ള ഭൗതികമായ വാദങ്ങളെയും നിരീശ്വരവാദങ്ങളെയും നിഷേധാത്മകമായ വാദങ്ങളെയും ഒരു ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ മറുഭാഗത്ത് പലപ്പോഴും നമ്മൾ കാണുന്ന പല പ്രത്യാശാസ്ത്രങ്ങളും ദൈവത്തിന്റെയും ദൈവീകതയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ചിന്തകളാണ്. ആ ദൈവത്തിന്റെയും ദൈവീകതയുടെയും ഒക്കെ പേര് പറഞ്ഞ് കടന്നു വരികയും പൗരാണിക കാലത്തെ വേദഗ്രന്ഥങ്ങൾ മുസ്ലിങ്ങൾ പോലും ആദരിക്കുന്ന വേദഗ്രന്ഥങ്ങളുടെ പേരിൽ പിൽക്കാലത്ത് അറിയപ്പെടുകയും ചെയ്ത ചില മതങ്ങളും ചിന്തകളുമൊക്കെ ലോകത്തുണ്ട്. അവർ ദൈവത്തിന്റെ ആസ്തിക്യം വിവിധങ്ങളായ രൂപത്തിൽ വൈകൃതങ്ങളിലൂടെയാണെങ്കിലും വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ആ വേദഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ലോകത്ത് നിലനിൽക്കുന്ന പ്രത്യാശാസ്ത്രങ്ങൾ എന്തുകൊണ്ട് ദൈവികമായില്ല എന്ന് ചോദിച്ചാൽ അവരിലേക്ക് അല്ലാഹു തആല നൽകിയ വേദഗ്രന്ഥങ്ങളെ
അവരുടേതായ കാലഘട്ടത്തിന്റെയും ബുദ്ധിയുടെയും സാമൂഹിക മണ്ഡലത്തിന്റെയും സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കാനും പാകപ്പെടുത്താനും ഒപ്പിച്ചെടുക്കാനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനും അള്ളാഹുവിന്റെ മതത്തിന്റെ വേദഗ്രന്ഥങ്ങളെ ആ കാലഘട്ടത്തിലെ പൗരോഹിത്യം ഉപയോഗപ്പെടുത്തി എന്നതാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഇസ്ലാം അല്ലാത്ത ഇസ്ലാം അംഗീകരിക്കുന്ന പൗരാണികമായ വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും പേര് പറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന പല മതവിഭാഗങ്ങളുടെയും വഴികളെ ഇസ്ലാം നിരാകരിക്കുകയാണ്. കാരണം അല്ലാഹു തആല നൽകിയ ദർശനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സത്തയോ അതിന്റെ അകക്കാമ്പോ ഇന്നവർ പ്രതിനിധാനം ചെയ്യുന്നതിലില്ല. അവരുടെ ബുദ്ധിക്കനുസരിച്ചും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചും അവരുടെ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ടും ആ വേദഗ്രന്ഥങ്ങളെ അവർ വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും ചെയ്തു എന്നതാണ് അതിന്റെ കാരണം. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ പര്യവസാനം കുറിച്ച് കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു വന്നത് പ്രവാചക വഴികളിലൂടെയുള്ള പ്രബോധനത്തിന്റെ പര്യവസാനം കുറിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അങ്ങനെ അവസാനത്തെ പ്രവാചകൻ അന്തിമ വഹീ വാഹകരായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പ്രബോധന വഴികളുമായി അറേബ്യയുടെ തെരുവീതികളിൽ പ്രാഥമികമായി കടന്നു വരുമ്പോൾ ആ പ്രബോധിത സമൂഹത്തിന്റെ മനസ്സുകളോട് അള്ളാഹുവിന്റെ ഹബീബ് ഇലാഹിയായ ദർശനങ്ങളായി പറഞ്ഞുകൊടുത്ത അവരുടെ മുമ്പിൽ വെളിച്ചം കാണിച്ച വിശുദ്ധമായ ഖുർആനിന്റെ വരികളുണ്ട്. വിശുദ്ധമായ ഖുർആനിന്റെ വരികളിലൂടെ 23 കൊല്ലക്കാലത്ത് ഹ്രസ്വമായ ജീവിത കാലഘട്ടത്തിനിടയിൽ പ്രവിശാലമായ ഒരു ലോകത്തിന്റെ വിവിധ തെരുവുകളിൽ അറേബ്യൻ സമൂഹത്തെ പരിപൂർണമായും ഒരു വിശാലമായ മനസ്സിന്റെയും സന്ദേശത്തിന്റെയും വാക്താക്കളാക്കി വളർത്തുവാനും ഉയർത്തുവാനും മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിക്കുകയാണ്. ആ വഴിയിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് കാഴ്ചവെച്ച വിശുദ്ധമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകിയ പരിശുദ്ധമായ പ്രമാണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രബോധനത്തിന്റെ പ്രമാണങ്ങളാകുന്ന വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പുള്ള പ്രവാചകന്മാർക്ക് നൽകിയ മറ്റു 3 വേദഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തും ദിസാലത്തും ആ ഹബീബിന്റെ മുമ്പ് വന്ന സകലമാന പ്രവാചകന്മാരുടെയും പ്രവാചകത്വത്തിൽ നിന്ന് എല്ലാം കൊണ്ടും പരിപൂർണമാണ്. അള്ളാഹുവിന്റെ ഹബീബല്ലാത്ത പ്രവാചകന്മാരെ പരിമിതമായ കാലഘട്ടങ്ങളിലേക്കും പരിമിതമായ സമൂഹത്തിലേക്കുമായിരുന്നു നിയോഗിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത് ലോകത്ത് വരാൻ പോകുന്ന മുഴുവൻ ജനവിഭാഗങ്ങൾക്കുമുള്ള നേതൃത്വമായി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കാലഘട്ടത്തിന്റെ ഏത് സമ്മർദ്ദങ്ങളും കാലഘട്ടത്തിന്റെ ഏത് സ്പന്ദനങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടാലും ആ മാറ്റങ്ങളോട് സമരസപ്പെടാനും ആ മാറ്റങ്ങൾക്ക് മുമ്പേ നടക്കുവാനും വെളിച്ചം വീശുവാനുമുള്ള വിശുദ്ധി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈകളിലേക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനുണ്ട്. ആ ഖുർആൻ നൽകപ്പെട്ടതോടുകൂടെ അല്ലാഹു തആല അതിന്റെ മുമ്പ് നൽകപ്പെട്ട 3 വേദഗ്രന്ഥങ്ങളും അതിന്റെ മുമ്പ് നൽകപ്പെട്ട എല്ലാ പ്രമാണങ്ങളും ആ പരിശുദ്ധമായ വേദഗ്രന്ഥത്തോടുകൂടെ നിഷ്പ്രഭമായി എന്നത് ഖുർആൻ നമ്മളോട് വിളിച്ചു പറയുന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകളിലേക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ
ആ പരിശുദ്ധ ഖുർആൻ ഇനിയൊരു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കപ്പെടുകയില്ല. ആ പരിശുദ്ധ ഖുർആനിൽ ഇനിയൊരു തിരുത്തലുകളില്ല. ആ ഖുർആനിൽ ഇനിയൊരു മാറ്റങ്ങളില്ല. ഇനിയൊരു പ്രവാചകൻ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രവാചകത്വത്തെ, അവിടത്തെ പ്രബോധനത്തെ നിരാകരിച്ചുകൊണ്ടോ നിഷ്പ്രഭമാക്കിക്കൊണ്ടോ ഒരു പ്രബോധനം വരാനില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇനിയൊരു പ്രവാചകന്റെ പ്രബോധനം ആവശ്യമില്ലാത്ത രൂപത്തിൽ, ഇനിയൊരു പുതിയ വേദഗ്രന്ഥത്തിന്റെ ആവശ്യമില്ലാത്ത രൂപത്തിലോ, ഈ പ്രപഞ്ചത്തിന്റെ പര്യവസാനം ഉണ്ടാകുന്നതുവരെ വരാൻ പോകുന്ന മുഴുവൻ മർത്യകുലത്തിനും ആവശ്യമായ മുഴുവൻ കാലികമായ നിർദ്ദേശങ്ങളും മുഴുവൻ കാലികമായ ഉള്ളടക്കങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല നൽകിയതാണ്. ഇതിൽ ഇനി മാറ്റത്തിരുത്തലുകളില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾക്ക് നൽകാത്ത ഒരു സർട്ടിഫിക്കറ്റ് അള്ളാഹുവിന്റെ ഖുർആനിന് അല്ലാഹു തആല നൽകുകയാണ്. എന്താണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധ വേദഗ്രന്ഥം നമ്മൾ അവതരിപ്പിച്ചു. മറ്റുള്ള വേദഗ്രന്ഥങ്ങളും നമ്മൾ തന്നെയാണ് അവതരിപ്പിച്ചത്. അത് താൽക്കാലികമായിരുന്നു. ഈ വേദഗ്രന്ഥം കാലികമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ ജനവിഭാഗത്തിന്റെയും കൈകളിലേക്ക് ഈ പ്രമാണങ്ങളുടെ പരിശുദ്ധി വളരെ കൃത്യമായി നമ്മൾ നൽകുന്നതാണ്. ലോകാന്ത്യം വരെ ഈ പ്രമാണത്തെ നമ്മൾ പരിരക്ഷിക്കുന്നതാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി വിളിച്ചു പറയുകയാണ്. ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രാമാണിക വഴികളെ അല്ലാഹു തആല കൃത്യമായി നിലനിർത്തുകയാണ്. ഇവിടെയാണ് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ പരിരക്ഷിക്കുമെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹു തആല സംരക്ഷിച്ചത്? എങ്ങനെയാണ്? മറ്റു വേദഗ്രന്ഥങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക ശൈലിയിലും രൂപത്തിലുമാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല സമൂഹത്തിലേക്ക് നൽകിയത്. എങ്ങനെയാണത്? മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ ഒരാവർത്തി വായിച്ചു തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രബോധിത സമൂഹത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പ്രവാചകന്മാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ അവതരിപ്പിച്ചത് എങ്ങനെയാ? ഖുർആൻ എന്ന് പറയുന്ന അറബി ഗ്രന്ഥം, അറബി ഭാഷയിലെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പ്രബോധിത സമൂഹം, ആ സമൂഹത്തിലേക്ക് ഖുർആനിന്റെ ഒരു കോപ്പി അല്ലാഹു തആല ഡയറക്റ്റായി ഇറക്കി ഹബീബിന്റെ കയ്യിൽ കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാന്റെ ഹബീബിന് എത്ര എളുപ്പമായിരുന്നു പ്രബോധനം. അതെല്ലാം ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അറബികൾക്കിടയിൽ വിതരണം ചെയ്താൽ പിൽക്കാലത്ത് വന്ന ഏതൊരു പണ്ഡിതനേക്കാളും അറബി അറിയാവുന്നവരായിരുന്നല്ലോ അറബികൾ. പക്ഷേ അല്ലാഹു തആല അങ്ങനെ അവതരിപ്പിച്ചില്ല. എന്തുകൊണ്ട്? അറബി അറിഞ്ഞതുകൊണ്ട് ഖുർആൻ അറിയില്ല, അറബി അറിഞ്ഞതുകൊണ്ട് ഖുർആൻ മനസ്സിലാവുകയില്ല എന്നതുപോലെ തന്നെയാണ് ഖുർആൻ പരിഭാഷ അറിഞ്ഞാലും ഖുർആൻ മനസ്സിലാവുകയില്ല. ഖുർആൻ പരിഭാഷ മലയാളത്തിൽ വായിച്ചാൽ ഖുർആനിന്റെ അന്തസത്ത അറിയുകയില്ല. പിന്നെയോ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചത് അക്ഷരങ്ങളിലോ ഗ്രന്ഥങ്ങളിലോ അല്ല. പിന്നെ അക്ഷരങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉള്ളത് സംരക്ഷിക്കുകയാണെങ്കിൽ പൂർവികമായ വേദഗ്രന്ഥങ്ങൾ സംരക്ഷിക്കപ്പെടുമായിരുന്നു. ആ അക്ഷരങ്ങളിലും കടലാസുകളിലുമുള്ള വേദഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് വികലമാക്കപ്പെട്ടു. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ വികലമാക്കപ്പെടുന്നില്ല. ആ ഖുർആൻ അല്ലാഹു തആല സംരക്ഷിച്ച ഒരു വഴിയുണ്ട്. ആ വഴി എങ്ങനെയാണെന്നറിയോ? ഖുർആനിന്റെ ഒരു കോപ്പി ഡയറക്റ്റായി ഹബീബിന്റെ കയ്യിൽ കൊടുത്ത് അറബികളുടെ കയ്യിലേക്ക് അത് പാരായണം ചെയ്തും ദീന് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഖുർആൻ അറബികൾക്ക് കൈമാറിയില്ല. പിന്നെയോ വഅൻസൽനാ ഇലൈക الذിക്ർ,
അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ഖുർആൻ കൊടുത്തു. അവസരോചിതമായ സന്ദർഭങ്ങളിൽ ആ ആയത്തുകൾ ഇറങ്ങിയ സന്ദർഭം പ്രധാനമാണ്. ആ ആയത്തുകളിൽ ഇറങ്ങിയിട്ടുള്ള ആശയം പ്രധാനമാണ്. ആ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ള നാടും അവിടെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പ്രധാനങ്ങളാണ്. ആ സന്ദർഭങ്ങളോടും സാഹചര്യങ്ങളോടും സമരസപ്പെട്ടുകൊണ്ട് അള്ളാന്റെ ഹബീബ് ആ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കുമ്പോൾ എന്തേ ഇത് ഹബീബിന്റെ ചുണ്ടുകളിലൂടെ സന്ദർഭോചിതമായി അവതരിപ്പിക്കാനുള്ള കാരണം എന്താണ്? ലിതുബയ്യിന ലിന്നാസ്. അറബി അറിഞ്ഞതുകൊണ്ട് ഖുർആൻ അറിയുകയില്ല. അങ്ങനെയാണെങ്കിൽ അറേബ്യൻ രാജ്യത്തെ ഏത് പോട്ടറും ഖുർആൻ പണ്ഡിതനാകുമായിരുന്നു. ആയിട്ടില്ലല്ലോ. അറബി അറിഞ്ഞതുകൊണ്ട് ഖുർആൻ അറിയില്ല. പിന്നെയോ അറബിയിലുള്ള ഖുർആൻ ലിതുബയ്യിന ലിന്നാസ്, അള്ളാന്റെ ഹബീബ് വിശദീകരിച്ചു കൊടുക്കണം, എന്നാലേ അത് ഖുർആൻ ആവുകയുള്ളൂ. ഒരു വഹാബി മൗലവി തന്നെ ആ ആയത്തിന് അർത്ഥം വെക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ഖുർആൻ ഇറക്കി. എന്തുകൊണ്ടാണ് ഹബീബിലേക്ക് അവസരോചിതമായി ക്കാനുള്ള കാരണം? അറബി അറിഞ്ഞതുകൊണ്ട് ഖുർആൻ അറിയില്ല. ലിതുബയ്യിന ലിന്നാസ്, അള്ളാന്റെ ഹബീബിന്റെ വിശദീകരണം അതിനാവശ്യമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശദീകരണം അതിന് അനിവാര്യമാണ്. ആ നിലക്ക് അല്ലാഹു തആല ഖുർആൻ സംരക്ഷിക്കുകയാണ്. എങ്ങനെയാണ് സംരക്ഷിച്ചത്? അല്ലാഹു തആല അത് കൊടുക്കുന്നത് ആരിലേക്കാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിലേക്കാണ്. എന്താ ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് കൊടുക്കാനുള്ള കാരണം? കൊടുക്കുന്ന ആള് വള്ളം ചേർക്കാൻ പാടില്ല. അല്ല കൊടുക്കുന്നതൊന്ന് വേറെ, ഇവന് മനസ്സിലായതൊന്ന് വേറെ. അങ്ങനെയായാൽ ഖുർആൻ അർത്ഥമാക്കുന്നത് അടിമകളിലേക്ക് ലഭ്യമാവുകയില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് ഖുർആൻ കൊടുത്തു. ആ ഖുർആനിന്റെ വരികൾ അല്ലാഹുവിന്റെ ഹബീബിലേക്ക് കൊടുത്തു. ആ ഹബീബിലേക്ക് കൊടുത്തത് എന്തിനാണ്? ലിതുബയ്യിന ലിന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശദീകരണം ഇല്ലാതെ അറബി ഭാഷ അറിഞ്ഞതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും നമുക്ക് സ്വീകാര്യമാവുകയില്ല. ആ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നൽകപ്പെടുമ്പോൾ ആ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്, ആ ഖുർആനിൽ അടങ്ങിയിട്ടുള്ള ദർശനങ്ങളുണ്ട്. ആ ദർശനങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ പാഠശാലയിൽ വെച്ചുകൊണ്ട് അവിടുത്തെ അനുചരന്മാർക്ക് പ്രായോഗികമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവർക്കത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതേ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. എങ്ങനെ? അക്ഷരങ്ങളിലുള്ള ഖുർആൻ പലരും കൊത്തിവലിക്കും, കടലാസിലുള്ള ഖുർആൻ പലരും കൊത്തിവലിക്കും. എന്നാൽ അല്ലാഹു തആല ഖുർആൻ സംരക്ഷിച്ചത് എവിടെയാണ്? ഒന്നാമതായി ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ, രണ്ടാമതായി ഹബീബിലൂടെ. ഹബീബിലേക്ക് എന്തിനാ അത് കൊടുത്തത്? ഒന്നിച്ചെന്തേ അത് കൊടുക്കാഞ്ഞത്? ലിതുബയ്യിന ലിന്നാസ്. ഈ ഖുർആൻ ഏതൊരു ദൂതനിലേക്കാണോ അല്ലാഹു തആല അവതരിപ്പിച്ചതെങ്കിൽ ആ ദൂതന് അല്ലാഹു നൽകിയ മറ്റൊരു ഡ്യൂട്ടി കൂടിയുണ്ട്. വഅൻസൽനാ ഇലൈക الذിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. ഓ നബിയേ, താങ്കൾക്ക് നാം ഈ ഉത്ബോധനം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു, അഥവാ ഈ ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നു. എന്തിന്? ഈ ഖുർആൻ മാത്രം അങ്ങ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണോ? ഒരിക്കലുമല്ല. അങ്ങനെ ഖുർആൻ മാത്രം നോക്കിയിട്ട് ഒരാൾക്ക് ഇവിടെ ദീൻ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. ആ ഖുർആനിന്റെ ഭാഷ മാത്രം ഒരാൾ മനസ്സിലാക്കിയത് കൊണ്ട് ഖുർആൻ തിരിയുമോ? എങ്കിൽ അറബി സാഹിത്യത്തിന്റെ ഏറ്റവും തറവാട്ടിലെ കാവലാളുകളായിരുന്ന അറേബ്യൻ ജനതക്ക് ഖുർആൻ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകേണ്ടതായിരുന്നു. പക്ഷേ ചരിത്രം നേരെ മറിച്ചാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരണം കൂടാതെ അറബി സാഹിത്യം മാത്രം അറിഞ്ഞതുകൊണ്ട് ഒരാൾക്ക് ഖുർആൻ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു നൽകിയ ഡ്യൂട്ടി എന്താണ്?
ലിതുബയ്യിന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. ഈ ജനതയിലേക്ക് ഇറക്കപ്പെട്ടിട്ടുള്ള ഈ ഖുർആൻ ഉണ്ടല്ലോ, ഈ ഖുർആനിൽ പറഞ്ഞ ആശയം എന്താണെന്ന് നീയാണ് വിശദീകരിച്ചു കൊടുക്കേണ്ടത് നബിയേ, താങ്കളാണ് ബയാൻ ചെയ്തു കൊടുക്കേണ്ടത് നബിയേ. ആർക്കാണത് ബയാൻ ചെയ്തു കൊടുത്തത്? ആരാണ് ആ ബയാൻ അറിഞ്ഞത്? ആ പരിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങൾ എങ്ങനെയാണ് പ്രായോഗികമായി പരിശീലിപ്പിക്കേണ്ടതെന്ന് ആദ്യമായി പഠിപ്പിച്ച കേന്ദ്രമേതാ? അള്ളാന്റെ റസൂലിന്റെ പരിപാവനമായ പള്ളിയുടെ ചാരത്ത് നിർമ്മിച്ച പള്ളി ദർസിലെ സന്തതികളിലേക്കല്ലയോ അതാദ്യമായി പഠിപ്പിച്ച ഗുരുനാഥനാരാ? ആ ബയാൻ ആദ്യമായി അള്ളാന്റെ ഹബീബ് കൊടുത്തത് അവിടത്തെ ശിഷ്യന്മാരാകുന്ന സ്വഹാബികളിലൂടെയല്ലയോ? ഖുർആൻ അറിയണമെങ്കിൽ ഹബീബിന്റെ വിശദീകരണം അറിയണം. ഹബീബിന്റെ വിശദീകരണം അറിയണമെങ്കിൽ ആരെ അറിയണം? അവിടത്തെ സ്വഹാബത്തിനെ അറിയണം. ഏതെങ്കിലും ഒരാൾ എഴുതി വെച്ച പരിഭാഷയിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ വിവരണം അറിയുകയില്ല. ഹബീബിന്റെ വിവരണം അറിയണമെങ്കിൽ അത് അവിടത്തെ സ്വഹാബികളിൽ നിന്നറിയണം. അതേ രണ്ടാമതായി മൂന്നാമതായി പരിശുദ്ധ ഖുർആൻ അല്ലാഹ് സംരക്ഷിച്ചത് എവിടെയാണ്? റളിയല്ലാഹു അൻഹും വറളു അൻഹും. പരിശുദ്ധമായ ഖുർആൻ ബുദ്ധിക്ക് സ്വീകാര്യം കൊടുക്കാതെ, പരിശുദ്ധമായ ഖുർആൻ തന്റെ വികാരങ്ങൾക്ക് പാകപ്പെടുത്താതെ എന്താണോ ഖുർആൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് അതുപോലെ ലോകത്തിന് പഠിപ്പിക്കാൻ അല്ലാഹു തആല പൊരുത്തപ്പെട്ട ഒരു വിഭാഗമുണ്ട്. അതുപോലെ പ്രബോധനം ചെയ്യാൻ നാടും വീടും മറന്ന് അതിനുവേണ്ടി സന്നദ്ധമായ വിഭാഗമുണ്ട്. ആരാന്നറിയോ? റളിയല്ലാഹു അൻഹും വറളു അൻഹും. ഖുർആൻ സംരക്ഷിക്കാൻ അല്ലാഹ് ഏൽപ്പിച്ച് പൊരുത്തപ്പെട്ടു കൊടുത്ത സ്വഹാബ അതേത് ലോകത്തും കൃത്യമായി എത്തിച്ചു കൊടുക്കുമെന്ന് സ്വയം സന്തോഷത്തിൽ ഏറ്റെടുത്ത സ്വഹാബ. അതേ മൂന്നാമതായി ഖുർആൻ അല്ലാഹ് സംരക്ഷിച്ചത് ആ സ്വഹാബികളിലൂടെ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു തആല മാനവരാശിയുടെ വിമോചന വിപ്ലവം ലോകത്ത് വിളംബരപ്പെടുത്തിയ വിശുദ്ധ ഖുർആനും വിശുദ്ധ ഇസ്ലാമും ആർക്കും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ എന്താ ചെയ്യേണ്ടത്? അത് മനസ്സിലാക്കാൻ ചെയ്യേണ്ടത് സ്വഹാബത്തിനെ പിടിക്കണം. സ്വഹാബത്തിനെ പിടിക്കണം. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഹബീബിന്റെ വിശദീകരണം വേണം. ഹബീബിന്റെ വിശദീകരണം കിട്ടണമെങ്കിൽ സ്വഹാബത്തിന്റെ അടുത്ത് പോകണം. അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അസ്ഹാബീ കന്നുജൂം ഫബിഅയ്യി മുഖ്തദൈതും യുഹ്തദൈതും. ലോകമേ, നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കണമോ? വിശുദ്ധമായ ഖുർആൻ പ്രജ്വലിപ്പിക്കുന്ന ഹിദായത്തിന്റെ പ്രകാശങ്ങൾ ആർക്കൊക്കെ ലഭിക്കണം? അതിന് ചെയ്യേണ്ട വഴി എന്താണ്? ഒരു പരിഭാഷയും വായിച്ചു പെട്ടുപോകണ്ട. ആ പരിഭാഷകൾ ഓരോന്നും ഓരോരുത്തരുടെ യുക്തിയിൽ അധിഷ്ഠിതമാണ്, ഓരോരുത്തരുടെയും വികാര വിചാരങ്ങൾക്ക് വിധേയപ്പെട്ടതാണ്. എന്നാൽ വികാര വിചാരങ്ങളിൽ നിന്നപ്പുറത്ത് ഹബീബ് പറഞ്ഞ ബയാൻ, ആ ബയാനുള്ളത് സ്വഹാബത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് പ്രമാണം മനസ്സിലാക്കാൻ നിങ്ങൾ ഖുർആനിലേക്ക് പോകരുത്, സ്വഹാബത്തിലേക്ക് പോകണം. അവരുടെ കയ്യിലാണ് അതിന്റെ ബയാനുള്ളത്. അവരുടെ കയ്യിലാണ് അതിന്റെ ബയാനുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലിഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ കൊടുത്ത ഖുർആൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതിനാരെ കയ്യിൽ കൊടുക്കണം? ആ ഖുർആനിന്റെ വിശദീകരണവും ഖുർആനും തറക്തു ഫീകും സ്വഹാബികളെ നിങ്ങളെ കയ്യിൽ തന്നു, നിങ്ങളെ ഹൃദയത്തിൽ തന്നു. സ്വഹാബത്തിന്റെ കയ്യിലും സ്വഹാബത്തിന്റെ കർമ്മപദങ്ങളിലും ആ ഖുർആനും ഹദീസും അള്ളാന്റെ ഹബീബ് ഏൽപ്പിച്ചു. വഹാബികൾ ചോദിക്കും, ഖുർആനുക്കും സുന്നത്തുക്കും അല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പോകാൻ പറഞ്ഞത്? പിന്നെ ആരാണ് നിങ്ങളെ ഖുറാഫാത്തിലേക്കും മദ്ഹബിലേക്കും അതുപോലെ ഖുറാഫത്തിന്റെ കിതാബുകളിലേക്കും കൊണ്ടുപോയത്? വാഴക്കാട്ടുകാരനായ MT അബ്ദുറഹ്മാൻ മൗലവി, മടവൂർ മുജാഹിദിന്റെ യുക്തിവാദത്തിന് ജീവൻ പകർന്ന മനുഷ്യൻ, അയാൾ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും തെളിവല്ലാന്ന. എന്താ അതിന് പ്രമാണം? അതിനെന്താ തെളിവ്? തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ.
സക്കരിയ മൗലവി അതിനായത്തുണ്ട്. ഇതില് ഒന്നും ഉള്ളാണ്, ഒന്നും ഉരുക്കാണ്, രണ്ടും സാധനം ഒന്ന് തന്നെയാണ്. ഈ വിഷയത്തിലൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെ വ്യത്യാസം വന്നത് എവിടെയാണെന്ന് ചോദിച്ചാല്, ചിലർക്ക് എന്ത് ചെയ്തു, ഗവേഷണം മൂത്തിട്ട് ഓട്ടോടാൻ തുടങ്ങി. മുമ്പൊരു കാളന്റെ പിന്നാമ്പുറത്ത് മുളക് തേച്ചതുപോലെ അബ്ദുസലാം സുല്ലമി ഓട്ടം തുടങ്ങി. തെളിക്കണ ആള് ഒപ്പെത്തിയില്ല. AP അബ്ദുൽ ഖാദർ മൗലവിക്ക് ഒപ്പെത്താൻ കഴിഞ്ഞില്ല അബ്ദുസലാം സുല്ലമിന്റെ ഗവേഷണ ഓട്ടം കൊണ്ട്. അവസാനപ്പോ AP അബ്ദുൽ ഖാദർ മൗലവി സക്കരിയ സ്വലാഹിനെ വിട്ടിട്ട് മൂപ്പര പിന്നാമ്പുറത്ത് മുളക് തേക്കാൻ പാടില്ല, മറ്റേ കാളന്റെ കൂടെ ഓടിയെത്താൻ വേണ്ടി. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് വഹാബി പ്രസ്ഥാനത്തിൽ ഇപ്പൊ വരുന്നത്. ഏതായാലും വഹാബി പ്രസ്ഥാനം എന്ന പേരിൽ ഒരു സംവിധാനം ഇനി കൂടുതൽ കാലം മുന്നോട്ട് പോകൂല. പല മനുഷ്യനിർമ്മിത പഴയ ചിന്താധാരകൾക്ക് സംഭവിച്ചതുപോലെയുള്ള പര്യവസാനം വരികയാണ്. അതിൽ നിന്നൊക്കെ വേറെ ചില സാധനങ്ങളൊക്കെ വേറെ ഉണ്ടായിക്കൂടെ ഇല്ല. സക്കരിയ സ്വലാഹി പറയുന്നു, തറക്തു ഫീക്കും അംറൈനി ലം തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങളിലേക്ക് തരികയാണ്. ആ ഖുർആനും സുന്നത്തും മുറുകെ പിടിച്ചാൽ ലം തദില്ലൂ, നിങ്ങൾ വഴി വഴക്കുകയില്ല, വഴികേടിലാവുകയില്ല. അപ്പൊ സകല വഴികേടും വന്നത് എവിടുന്നാ? ഖുറാഫാത്തുന്നാ. സകല വഴികേടും വന്നത് മദ്ഹബുന്നാ. സകല വഴികേടും വന്നത് വാറോല കിതാബുന്നാ. സകല വഴികേടും വന്നത് മുസ്ലിയാക്കന്മാരെ പോലെ തന്നെ സ്വഹാബത്തിനെ സ്വീകരിച്ചതിൽ നിന്നാ. അതുകൊണ്ട് ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത് റസൂലിഹി. ഇവിടെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങളിലേക്ക് ഞാൻ ഖുർആനും സുന്നത്തും തന്നു. ആ സദസ്സിൽ നിന്നൊരു സ്വഹാബി ചോദിച്ചു എന്ന് സങ്കല്പിക്കുക, എവിടെ ഹബീബേ ആ ഖുർആനിന്റെ കോപ്പി? എവിടെ ഹബീബേ ആ ഖുർആൻ ഹദീസിന്റെ കോപ്പി? CH പ്രസ് നടിക്കുന്ന ഒരു ഖുർആൻ അന്ന് നിലവിലില്ല. ഏതെങ്കിലും പ്രസ്സിൽ നിന്നടിച്ച ഏതെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥം നിലവിലില്ല. എവിടുന്നാണ് പിന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തു ഫീക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഖുർആൻ തന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ഖുർആൻ തന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഞ്ചരിക്കുന്ന ഖുർആനാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ആ ഖുർആൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് ആ ഹദീസ്. നമ്മളെ കയ്യിൽ ഇന്ന് ഗ്രന്ഥമാണ്. അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്ത ഖുർആനും ഹദീസും സഞ്ചരിക്കുന്ന ഖുർആനുകളാണ്, സഞ്ചരിക്കുന്ന ഹദീസുകളാണ്. അല്ലാതെ അക്ഷരക്കൂട്ടങ്ങളിൽ പരിമിതപ്പെടുത്തിയ ഗ്രന്ഥങ്ങളല്ല ഹബീബ് കൊടുത്തത്. അങ്ങനെ ഒരു ഗ്രന്ഥം കൊടുത്തിട്ടില്ല. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹി മുഖ്തദൈതും യഹ്തദൈതും. എന്റെ സ്വഹാബ സഞ്ചരിക്കുന്ന ഖുർആനുകളാണ്. ഖുർആൻ ഹുദയാണ്, ആ ഹുദ സ്വഹാബയാണ്. അതുകൊണ്ട് ഖുർആനും ഹദീസും കിട്ടണോ, സ്വഹാബത്തിനെ പിടിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ്. അല്ലാഹുവിന്റെ ഹബീബ് കൈമാറിയ ഖുർആനും സുന്നത്തും സ്വഹാബയാണ്. അല്ലാതെ പ്രസ് നച്ചടിക്കുന്ന ഖുർആനും ഹദീസും അല്ല. അവരെ ഹൃദയത്തിലുണ്ട് ഖുർആൻ, അവരുടെ കർമ്മപദങ്ങളിലുണ്ട് ഹദീസുകൾ. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ്, അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് ആ ഖുർആൻ ഏൽപ്പിച്ചത് ആരുടെ കയ്യില? അവിടുത്തെ സ്വഹാബത്തിന്റെ കയ്യിലാണ്. ആ സ്വഹാബത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താണ്? അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെ ഖുർആനിന്റെ വിശദീകരണങ്ങൾ, എന്റെ ഹദീസിന്റെ വിശദമായ വിശകലനങ്ങൾ ഇസ്ലാമിന്റെ ഖിലാഫത്തിന് വ്യക്തമായ രൂപവും ഭാവവും നൽകി പ്രവിശാലമായ ഇസ്ലാമിക് റിപ്പബ്ലിക് പാകപ്പെടുത്തിയ പ്രഗൽഭരായ പ്രമാണത്തിന്റെ പ്രായോഗിക പണ്ഡിതന്മാരായ ഖുലഫാഉർ റാഷിദുകളുണ്ടല്ലോ, ആ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് പിൽക്കാലത്ത് ഇസ്ലാമിന്റെ രീതിശാസ്ത്രങ്ങൾ പരിപൂർണമായി ചിലത് കൈമാറുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടത് ആ ഖുലഫാഉർ റാഷിദുകളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് ഗ്രന്ഥീകൃത സ്വഭാവത്തിൽ കൈമാറാത്ത ഖുർആനിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഗ്രന്ഥീകൃത സ്വഭാവത്തിൽ കൈമാറി. ഈ ഖുർആൻ ഇങ്ങനെ ഒരൊറ്റ കോപ്പിയാക്കി ഗ്രന്ഥമാക്കി കൈവശം വെക്കണമെന്നും ഉപയോഗപ്പെടുത്തണമെന്നും ഖുർആനിൽ എവിടെയുമില്ല, ഹദീസിൽ എവിടെയുമില്ല. അതുള്ളത് സ്വഹാബത്തിലാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ
തറാവീഹ് 20 റക്അത്ത് നടപ്പിലാക്കി. ആ തറാവീഹ് 20 റക്അത്ത് നടപ്പിലാക്കിയത് ഒരു തർക്കവുമില്ലാതെ നമുക്ക് മനസ്സിലാക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹു സഞ്ചരിക്കുന്ന ഹദീസും ഖുർആനുമാണ്. ഖുർആനിന്റെ ബയാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിലുണ്ട്, ഹദീസിന്റെ ബയാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഖുർആനും തറാവീഹിന്റെ എണ്ണം പരിശോധിച്ച് നമ്മൾ ആപ്പിലാകണ്ട. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നമ്മൾ നോക്കിയാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ കാലഘട്ടത്തിൽ 2 ബാങ്ക് നടപ്പിലാക്കി. ഇങ്ങനെ ഓരോ ഖുലഫാഉർ റാഷിദുകളുടെയും വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു മുജാഹിദ് മൗലവി തന്നെ ആ ആയത്തോതുന്നുണ്ട്, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ മുറുകെ പിടിക്കണം, ഖുലഫാഉർ റാഷിദുകളെ അനുധാവനം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ചര്യകളെല്ലാം മുസ്ലിം പള്ളികളിൽ നിലനിൽക്കണമെന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, അലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം, എന്റെ സഹാബത്തിന്റെ മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലു അലൈഹാ ബിന്നവാജിദ്. നിങ്ങളുടെ നവാജിദ് കൊണ്ട് അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കണം. മുൻപല്ലുകൾ കൊണ്ട് പോരാ എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ നിലക്കത് മുറുകെ പിടിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സഹാബത്തിന്റെ മാർഗം വിട്ടുകൊണ്ട് ദീൻ മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. അതിനാൽ ആ മൻഹജു സലഫ്, പൂർവികരുടെ മാർഗം സ്വീകരിച്ചേ പറ്റൂ. അത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും അവിടെ ഇവിടെയുള്ള പണ്ഡിതന്മാരുടെ, വിദേശത്തുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരലല്ല. അതല്ല സലഫി മനഹജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നതിന് അതിന്റെ രീതിശാസ്ത്രമാണത്. പക്ഷേ എന്തെല്ലാം വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അല്ല, ദുർവ്യാഖ്യാനങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായത്. വഹാബികൾ അത് മുറുകെ പിടിച്ചത് എങ്ങനെയാന്ന് നമുക്കറിയില്ല അല്ലേ? പിടിച്ചാലും അത് പോകും. സുന്നിപ്പള്ളിയിലും വഹാബി പള്ളിയിലും പോയി നോക്കി, ഉമർ റളിയല്ലാഹുവിന്റെ ജല്ലിയായ 20 റക്അത്ത് കാണാണ്ടാവില്ല. 10-12 പല്ലുന്ന് കൊയിഞ്ഞാടിപ്പോയി. ഇപ്പൊ പറയണത് ഒന്നുമില്ല. കടിച്ച് ആരോ ശൈത്താൻ വലിച്ച് ആദ്യം 20-11 എത്തി. ആദ്യം ഒരു 5-6 പോയി, പിന്നെ അത് 2-3 പോയി 8 ഇപ്പോ ശൈത്താൻ പിടിച്ച് വലിച്ച് വട്ടപൂജ്യത്തുമ്മല ഉള്ളത്. ഇപ്പൊ അങ്ങനെ ഒരു നിസ്കാരം തന്നെ അല്ല എന്നുള്ളടുത്താ മുജാഹിദീങ്ങൾ. എവിടെ അള്ളൂ ബിഹാ ബിൻ നവാജിദ് ലേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 2 ബാങ്ക് നടപ്പിലാക്കി. ഇവർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഇവർക്ക് ഖുലഫാഉർ റാഷിദുമക്ക് വലിയ പുടുത്താ. മാന്തളുടെ കണ്ണൂലായ പോരല്ലോ, 2 സൈഡും കാണണ്ടേ? നിങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കി വന്നാൽ ഞങ്ങൾ ചെയ്യണ സംഗതിക്കുള്ള തെളിവ് ഇതൊക്കെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിനാണല്ലോ. അതൊക്കെ നിങ്ങളെ പല്ലുന്ന് പോയില്ലേ, തൊണ്ണുമലും കൂടി ഇല്ല. അതൊക്കെ തിരിച്ചു കിട്ടിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഏത് വിഷയവും അങ്ങനെ തന്നെയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കിയ 2 ബാങ്ക് എവിടെ? വഹാബികൾ കടിച്ചു പിടിച്ചപ്പോ ശൈത്താൻ കൊത്തിക്കൊണ്ടുപോയി. സുന്നിയാള് കടിച്ചു പിടിച്ചത് കൊണ്ട് ഇന്നും നമ്മളെ പള്ളിയിൽ അതുണ്ട്. നമ്മൾ അണപ്പല്ല് കൊണ്ടും വഹാബികൾ മുമ്പല്ലും കൊണ്ടുമാണ്. ഇതാണ് സംഭവിച്ചത്. സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും. എങ്ങനെ? ആ ഖുർആനിന്റെ പേരിൽ ഈ തർക്കങ്ങൾ വന്നത് എങ്ങനെ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനുള്ള റൂട്ട് ഇവിടെയാണ്. ഈ റൂട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ആ സ്വഹാബത്തിൽ നിന്നത് എവിടേക്കാണ് പിന്നീട് സൂക്ഷിക്കപ്പെട്ടത്? എവിടെയാണ് ആ ഖുർആൻ പിന്നീട് സംരക്ഷിക്കപ്പെട്ടത്? അതേ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് പരിശുദ്ധമായ ഖുർആനിനെ പ്രായോഗികമായി ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ഹിജ്റ 1-ാം നൂറ്റാണ്ടാണ്. രണ്ടാമതായി മുസ്ലിം ഉമ്മത്തിന് സ്വീകാര്യമായ നൂറ്റാണ്ട് ഞാൻ പഠിപ്പിച്ച പ്രായോഗികമായ പ്രാമാണിക പാഠങ്ങൾ എന്നിൽ നിന്ന് പഠിച്ച സ്വഹാബത്ത് ഇസ്ലാമിക പ്രബോധനം നടത്തിയ കാലങ്ങളാ.
അതേ പിന്നീട് മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ടതാരെയാണ്? പിന്നീട് മുസ്ലിം സമുദായം അനുധാവനം ചെയ്യേണ്ടതാരെയാണ്? പിന്നീട് മുസ്ലിം സമുദായം മാതൃകയാക്കേണ്ടതാരെയാണ്? മദ്ഹബിന്റെ 4 ഇമാമിങ്ങളും ജീവിച്ച, അവർ പ്രവർത്തിച്ച, അവർ മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുത്ത ഹിജ്റ 3 നൂറ്റാണ്ടുകളാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, മഹാന്മാരായ മദ്ഹബിന്റെ 4 ഇമാമിങ്ങളും ജീവിച്ചുപോയ ഹിജ്റ 3 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തിന് മാതൃകായോഗ്യമായ നൂറ്റാണ്ടാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്തുകൊണ്ട്? ആ ഖുർആനിക പ്രമാണത്തിന്റെ പ്രായോഗിക രീതി അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബ പിന്നീട് സംരക്ഷിച്ചത് ആരിലേക്കാണ്? മദ്ഹബിന്റെ ഇമാമിങ്ങളിലേക്കാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്ത സേവനം എന്താ? വഹാബികൾ ഇങ്ങനെ പറയുന്നത് കേട്ടാ തോന്നും മദ്ഹബിന്റെ ഇമാമിങ്ങള് വേറെ എവിടുന്നൊക്കെയോ എഴുതിണ്ടാക്കിയാണ്ട് കൊണ്ടുവന്നൊരു ചീട്ടാണ് മദ്ഹബ് എന്നാ. പിന്നെ വഹാബി മൗലവിമാര് പറയുന്നത് ഖുർആനിന്ന്, ഇമാമിങ്ങൾ പറഞ്ഞത് ബൈബിളിൽ നിന്നും രാമായണത്തിൽ നിന്നാന്ന് തോന്നിപ്പോവും. ഒരു അടിവരയുണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. അതിന്റെ അപ്പുറം പോയതാണ് അപകടമായത്. സഹോദരന്മാരെ, ആ ഇമാമിങ്ങൾ ചെയ്ത സേവനം എന്താ? പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണ പ്രായോഗിക രീതി എങ്ങനെയാണോ സ്വഹാബികളിൽ നിന്ന് പഠിച്ചത്, ആ സ്വഹാബികളിൽ അത് എങ്ങനെയാണോ വൈവിധ്യപൂർണമായി നിലനിന്നത്, ആ വൈവിധ്യങ്ങളുടെ അന്തസ്സത്തെ ചോരാതെ പിൽക്കാല സമുദായത്തിലേക്ക് അത് ഗ്രന്ഥീകരിച്ച് കോടീകരിച്ചു കൊടുത്തു. സ്വഹാബത്ത് അത് ഗ്രന്ഥമാക്കി വെച്ചില്ല. സ്വഹാബത്തിൽ നിന്ന് കിട്ടിയ പാഠഭാഗങ്ങൾ ഗ്രന്ഥമാക്കി ലോകത്തിന് കൊടുത്തു എന്നതാണ് മഹാന്മാരായ ഇമാമിങ്ങൾ സ്വീകരിച്ച ശൈലി. അതുകൊണ്ട് തന്നെ ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം വന്ന സകല ഇമാമിങ്ങളും ആ 4 ഒരു മദ്ഹബ് സ്വീകരിച്ചു. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഇസ്ലാമിക ലോകത്തിന് പരിശുദ്ധ ഹദീസിന്റെ വിശ്വവ്യാഖ്യാതമായ ഗ്രന്ഥം സമർപ്പിച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാ എന്ത് ചെയ്തില്ല? ഖുർആനും ഹദീസും ഡയറക്റ്റായി പരിശോധിച്ചും മതം കണ്ടെത്തിയില്ല. എന്നെക്കാളും മുമ്പ് കടന്നുപോയ പൂർവീകർ അവരാണ് ഹിജ്റ 3 നൂറ്റാണ്ടുകാർ, അവരാണ് മുസ്ലിം സമുദായത്തിന്റെ മാതൃകായോഗ്യർ. അതുകൊണ്ട് 4 ഇമാമിങ്ങൾ പറഞ്ഞ മദ്ഹബിൽ ഞാൻ നിലനിൽക്കുന്നു എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ. അതുകൊണ്ടാണ് 4 മദ്ഹബിന്റെ പുറമെ ബുഖാരി ഇമാമിന്റെ ഒരു മദ്ഹബ് ലോകത്തില്ല. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഹിജ്റ 3 നൂറ്റാണ്ടിനു ശേഷം വന്ന മഹാൻ. ആ ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം വന്ന ഇമാം മുസ്ലിം റഹിമഹുല്ലാ മതവിധി പറയാൻ മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഏൽപ്പിച്ചു. കയ്യിൽ വിശുദ്ധമായ ഒരു ഗ്രന്ഥമുണ്ടായിട്ട് ആ ഗ്രന്ഥത്തിൽ നിന്ന് പ്രമാണങ്ങൾ ചർച്ച ചെയ്ത് ഒരു മസ്അല കണ്ടെത്താൻ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വതന്ത്രമായി തയ്യാറായില്ല. അതുകൊണ്ട് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ 5-മത്തതോ 6-മത്തതോ ആയ ഒരു മദ്ഹബ് ലോകത്ത് കേട്ടില്ല. ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളും ആ ഒരു വഴിയിലൂടെ കടന്നു വന്നു. അവിടെ തർക്കങ്ങളില്ല. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ സ്വഹാബികളിലൂടെ കൈമാറി കിട്ടിയ വൈവിധ്യങ്ങളുടെ സൗന്ദര്യങ്ങൾ നിലനിൽക്കുന്നു എന്നതല്ലാതെ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളുടെയും കിടമത്സരങ്ങളുടെയും കാലുഷ്യങ്ങൾ ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം വന്നില്ല. ആ വഴി തന്നെയാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സ്വീകരിച്ചത്. എന്നാൽ 1920കളിൽ കടന്നു വന്ന വഹാബി പ്രസ്ഥാനം, ആ വഹാബി പ്രസ്ഥാനം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞതെന്താ? നിങ്ങൾ മഹാന്മാരെന്തു ചെയ്തു എന്ന് നോക്കണ്ട. ഹിജ്റ 5 മുതൽ 921 വരെ പരിശുദ്ധ ഇസ്ലാമിനെ പ്രായോഗികമായി പരിശീലിപ്പിച്ച പണ്ഡിതന്മാരിലോ രാജ്യത്തുണ്ട്. അത് പരിശീലിപ്പിക്കാനും പഠിപ്പിക്കാനും വേണ്ടി പടുത്തുയർത്തിയ 10 പള്ളികൾ ഈ രാജ്യത്തുണ്ട്. ആ പള്ളികളിൽ നിന്ന് പൗരാണികമായി കൈമാറി കിട്ടിയ പരിശുദ്ധമായ വഴികളിൽ അവർ ഇസ്ലാമിനെ കാണുകയും സ്വീകരിക്കുകയും ചെയ്തു. 921 വന്നിട്ട് വഹാബികൾ പറഞ്ഞത് കേരളത്തിലെ മുസ്ലിയാക്കന്മാര് തെളിവല്ലാത്തതുപോലെ സ്വഹാബത്തും തെളിവല്ല എന്നാണ്. സ്വഹാബത്തിന്റെ പ്രത്യേകത എന്താണ്? ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഹബീബിന്റെ ബയാൻ വേണം, വിവരണം. ആ ഹബീബിന്റെ വിവരണം എവിടെയാണുള്ളത്? സ്വഹാബത്തിന്റെ കയ്യിലാണുള്ളത്. ആ സ്വഹാബത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാത്തതുപോലെ ആ സ്വഹാബികളും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇസ്ലാമിന്റെ താഴേക്ക് അവർ വീണുപോയി എന്നതാണ്. അതാണ് വഹാബി പ്രസ്ഥാനത്തിന് സംഭവിച്ചത്. വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപകടകരമായ വാദം ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ ക്ഷണിക്കുന്നത് മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ ആയ പണ്ഡിതന്മാര് പറയുന്നതിലേക്കല്ല. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതാ കടന്നു വരൂ എന്ന് പറയുമ്പോ ഒരു മദ്ഹബല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്, ഒരു ത്വരീഖത്തല്ല ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും പണ്ഡിതന്മാരുടെ, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ചിന്തകളിലേക്കോ ചിന്താധാരകളിലേക്കോ അല്ല ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ ക്ഷണിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു മൗലവി പറയുന്ന കാര്യത്തിലേക്കും അല്ല, മരിച്ചുപോയ ഒരു ഇമാമ് പറഞ്ഞ കാര്യത്തിലേക്കും അല്ല. അതുകൊണ്ട് ഇവിടെ പറമ്പിൽ ഒരു മുജാഹിദ് മൗലവി വന്നിട്ട് ഖുർആനിന്റെ അർത്ഥം വല്ലതും പറഞ്ഞാൽ അത് മുജാഹിദീങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം അത് ജീവിച്ചിരിക്കണ മൗലവിയാണ്. മരിച്ചുപോയ ഉമ്മർ മൗലവി വല്ലതും പറഞ്ഞാൽ അതും വഹാബിയക്ക് സ്വീകാര്യമല്ല. പിന്നെന്താ വഹാബികൾ ചെയ്യേണ്ടത്? CH പ്രസന്ന ഒരു ഖുർആൻ വാങ്ങിക്കൊണ്ടിരണം. നമ്മളെ നാട്ടിലെ പലചരക്ക് പീഡിയക്കാരനായ കച്ചവടക്കാരൻ രാവിലെ പീടിക്ക് പോണതൊക്കെ നിർത്തിയിട്ട് മൂപ്പര് ഖുർആനും ഹദീസും കൊടുത്തിട്ട് സുബൈക്ക് കുനൂത്തുണ്ടോന്ന് തിരയാണ്. അന്നത്തെ ദിവസമാണ് പോയി കിട്ടുന്നല്ലാതെ ഇയാൾക്ക് കുനൂത്ത് കിട്ടൂല, പോകൂല. വഹാബി പ്രസ്ഥാനം പറയുന്നത് അതാ. അതിനൊരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെടണം, അല്ലാഹുവിന്റെ റസൂലിന് വഴിപ്പെടണം, നിങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്കും വഴിപ്പെടണം. വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഒരായത്താണ്. എന്താണ്? ഫഇൻ തനാസഅതും, മതപരമായ വിഷയത്തിൽ ഭിന്നത വന്നാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഖുർആനിലേക്ക് മടക്കണം, ഹദീസിലേക്കും മടക്കണം. അതിലേക്ക് മടക്കിയിട്ട് പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ പരിഹാരം കിട്ടൂല എന്നാണ് മുജാഹിദ് മൗലവി പറയുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഖുർആനിൽ നമ്മളൊരു കാര്യം തെരഞ്ഞു നോക്കി. ഞാൻ തെരഞ്ഞു നോക്കിയപ്പോ ജിന്ന് ഉണ്ട് എന്നാ കിട്ടിയേ. വേറൊരാൾ തെരഞ്ഞു നോക്കിയപ്പോ ജിന്ന് ഇല്ല എന്നാ കിട്ടിയേ. ഇനി അതിന് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ചങ്ങരകൊളത്തും പനമരത്തും സമ്മേളനം നടത്തിയ തീരുമാനമില്ല, ഖുർആനിക്ക് തന്നെ പോകണം. ചെങ്ങൈമാരെ, നിങ്ങൾ ഈ രണ്ടഭിപ്രായമായത് നിങ്ങളെ വിവരക്കേട് കൊണ്ടാണ്. അതുകൊണ്ട് അത് മെഡിക്കൽ കോളേജിലേക്ക് മടക്കണം. അതാണ് അതിന്റെ അർത്ഥം. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. മടക്കാൻ കഴിയണോല് മടക്കി കൊടുത്തേക്ക് പോണെന്നാ. നിങ്ങൾക്ക് മടക്കാൻ കഴിഞ്ഞില്ല, അതിന്റെ മസിൽ പവർ നിങ്ങൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് നിങ്ങളെ മടക്കല് പേച്ചു. അതുകൊണ്ടാണ് ഒരു കൂട്ടർക്ക് പനമരത്തേക്കും ഒരു കൂട്ടർക്ക് ചങ്ങരംകുളത്തേക്കും പോണ്ടി വന്നത്. ഇന്നും നമ്മൾ റോട്ടുമ്മക്ക് ഇറങ്ങിയ ജിന്ന് കാക്കത്തട്ടുന്നത് വെറുതെ അല്ല. മടവൂര് മുജാഹിദ് ഇങ്ങോട്ടും ചങ്ങരമുള മുജാഹിദ് അങ്ങോട്ടും തട്ടാണ് ജിന്നിനെ. എന്താ കാരണം? ഇനിയിപ്പോ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഖുർആനിക്ക് മടക്കണം. മടക്കണോടത്തോളം പുടുത്തം വിടുകയാണ്. എങ്ങനെ മടക്കിയാലും പുടുത്തം വിടുകയാണ്, പുടുത്തം കിട്ടുകയല്ല. മുജാഹിദ് മൗലവിന്റെ ആയത്ത് ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. നമുക്കിടയിൽ മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷേ അത് ഒരു കേന്ദ്രത്തിലേക്ക് മടക്കിയാൽ, ഒരു പ്രമാണത്തിലേക്ക് മടക്കിയാൽ അതിന് പരിഹാരം ലഭിക്കണം. ഏതാണ് ആ കേന്ദ്രം? ഏതാണ് ആ പ്രമാണം? വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ ഹദീസാണ്. അല്ലാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, നിങ്ങൾക്ക് മതപരമായ വിഷയത്തിൽ വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നുവെങ്കിൽ എന്തു ചെയ്യണം? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും നിങ്ങൾ മടക്കണം. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം. അതിൽ പരിഹാരം കണ്ടെത്തണം. അഥവാ അതിൽ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ലേ, പിന്നെ എന്നെന്നും അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ആ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇപ്പൊ രണ്ട് മുജാഹിദും ഉള്ളത്. നമ്മള് സുന്നികളടിയിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. അതിന്റെ കാരണം എന്താന്ന് മുജാഹിദീങ്ങളെ കൊണ്ട് തന്നെ അവസാനം ഞാൻ പറയിപ്പിച്ചു തരാം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഖുർആനിലേക്ക് മടക്കി, രണ്ടൂട്ടരും മടക്കിയപ്പോ ഒരു മുജാഹിദിന് ജിന്നിനെ കിട്ടി, ഒരു മുജാഹിദിന് ജിന്നിന് പോയി. ഇതിന് പരിഹാരം എങ്ങനെയാ കിട്ടുക? കിട്ടൂല. കാരണം ഖുർആനിൽ നിന്നല്ല ഈ തർക്കം ഉണ്ടായത്. ഇനി എവിടുന്ന് അത് പരിഹാരം ഉണ്ടാക്കുക? ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ,
മടക്കാൻ കഴിവുള്ളവർ മടക്കിയിട്ടുണ്ട്. മടക്കാൻ കഴിവുള്ളവർ മടക്കണം. ആ കഴിവുള്ളവരാരാ? ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ നിലപാട് മടക്കാൻ കഴിവുള്ളവർ ഹിജ്റ 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളാ. മടക്കാൻ കഴിവുള്ളവർ ഹിജ്റ 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളാണെന്നു ഇമാം മുസ്ലിം റഹിമഹുല്ലാ. ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം വന്ന മുഴുവൻ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സമൂഹവും നിലപാടെടുത്തു, മടക്കാൻ കഴിവുള്ളവർ ഇമാമിങ്ങളാണ്. മുജാഹിദീങ്ങൾ പറഞ്ഞതോ ഖുർആനിലേക്കും മടക്കണം, ഹദീസിലേക്കും മടക്കണം. ഇത് ജനങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി പറയുന്ന ഒരു പരിപാടിയാണ്. ഖുർആനിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ ആര് മടക്കണം? അതാണ് തർക്കം. ഇമാം ബുഖാരി പറഞ്ഞു ഇമാമിങ്ങൾ മടക്കണം. ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ നിലപാട് ഇമാമിങ്ങൾ മടക്കണം. ലോകത്ത് വന്ന എല്ലാ മുസ്ലിങ്ങളുടെ നിലപാടും ഇമാമിങ്ങളിലേക്ക് മടക്കണം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞു ഇമാമിങ്ങളിലേക്ക് മടക്കണം. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു ഇമാമിങ്ങളിലേക്ക് മടക്കണം. കാന്തപുരം ഉസ്താദ് പറഞ്ഞു ഇമാമിങ്ങളിലേക്ക് മടക്കണം. താജുൽ ഉലമ പാപ്പ പറഞ്ഞു ഇമാമിങ്ങളിലേക്ക് മടക്കണം. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കിടയിൽ നിങ്ങളൊരു മസ്അല ചെന്ന് ചോദിച്ചാൽ എല്ലാവരും ഖുർആനും ഹദീസും എന്നാണ് മസ്അല പറയാം എന്ന് മനസ്സിലാക്കരുത്. പിന്നെ നമ്മുടെ ഇമാമിങ്ങൾ ഖുർആനും സുന്നത്തൊന്നും ഇമാമിങ്ങൾ മനസ്സിലാക്കിയതുണ്ട്, അത് ജനങ്ങളോട് പറയും. അങ്ങനെയാ പറയാ. ഖുർആനിലേക്ക് ഡയറക്റ്റായി മടക്കൂല, മടക്കിയോലരുത്തുനിന്ന് കിട്ടിയത് പറഞ്ഞു കൊടുക്കും. എന്നാ മുജാഹിദീങ്ങളോ ഇവിടുത്തെ സാധാരണക്കാരോടൊക്കെ ഖുർആൻ നോക്കി വായിച്ച് ദീൻ മനസ്സിലാക്കാൻ പറയണോ? ഇല്ല. ഒന്നിരിക്കൊരു മുജാഹിദ് മൗലവിന്റെ പ്രസംഗം കേൾക്കണം, അല്ലെങ്കിൽ ഒരു മുജാഹിദ് മൗലവിന്റെ ഖുർആൻ പരിഭാഷ കിട്ടണം. അല്ലാതെ ഇവിടുത്തെ സാധാരണക്കാർക്ക് ഡയറക്റ്റായി എങ്ങനെ ഖുർആൻ മനസ്സിലാക്കാനാ? ഇതൊരു ചൊറുക്കുള്ള വാക്കാ. മുജാഹിദീങ്ങൾ സാധാരണക്കാരെ ഖുർആനിലേക്ക് വിടുന്നില്ല, സുന്നികളും വിടുന്നില്ല. പക്ഷേ മുജാഹിദീങ്ങൾ എവിടേക്കാ വിടുന്നത്? പൗരോഹിത്യത്തിലേക്കാ. സുന്നികൾ എവിടേക്കാ വിടുന്നത്? പ്രാമാണികരിലേക്കാണ്. മുജാഹിദിന്റെ കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന ഉണ്ട്. ആ ഭരണഘടനയിൽ എന്താ പറയുന്നത്? ഖുർആനുക്കും സുന്നത്തുക്കും മടക്കണം. ആര്? സകല പലചരക്ക് വീഡിയോക്കാരനും മടക്കണം എന്നല്ല, AP അബ്ദുൽ ഖാദർ മൗലവി മടക്കും. അതുപോലെ സക്കരിയ സ്വലായി മടക്കും, അബ്ദുസ്സലാം സുല്ലമി മടക്കും. നമ്മൾ പറയുന്നത് ഷാഫി ഇമാമ് മടക്കും. അതുപോലെ ഹംബലി ഇമാമ് മടക്കും, അബൂ ഹനീഫ ഇമാമ് മടക്കും. എന്നാൽ മുജാഹിദിന്റെ ഭരണഘടന പറയുന്നത് നോക്കി നിങ്ങൾ, കേരള ജമിയത്തുൽ ഉലമയാണ് ഖുർആനുക്കും സുന്നത്തുക്കും മടക്കേണ്ടത്. കേരള നേതൃത്വ മുജാഹിദിന്റെ ഭരണഘടന പറയുന്നുണ്ട്, ആദർശപരമായ വിഷയത്തിൽ തർക്കമുണ്ടായാൽ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനമാണ് അംഗീകരിക്കേണ്ടത്. ആരേ? വഹാബികള്. നമ്മൾ ഏത് തീരുമാനം അംഗീകരിക്കേണ്ടേ? സമസ്തന്റെ ഭരണഘടന പറയുന്നത് ആശയപരമായ കാര്യങ്ങളിൽ ഭിന്നത വന്നാൽ ഇമാമിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അതുപോലെ 2 ത്വരീഖത്തിന്റെ ഇമാമിങ്ങളും മടക്കിയോടുത്താണ് നമ്മൾ നിൽക്കേണ്ടത്. സമുദായമേ, വിഷയത്തിലുള്ളവരങ്ങള് മടക്കാൻ നല്ലത് ഇമാമിങ്ങളാണോ മൗലവിമാരാണോ എന്നുള്ളതാണ്. വളരെ ലളിതമായി നമുക്കിത് മനസ്സിലാക്കാം. മടക്കാൻ നല്ലത് ഇമാമിങ്ങളോ മൗലവിമാരോ? ഇത് മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. രണ്ടൂട്ടരും തഖ്ലീദ് ചെയ്യുകയാണ്, അനുകരിക്കാണ്. നമ്മൾ അനുകരിക്കുന്നത് ആരെയാ? ഇമാമിങ്ങളെ. വഹാബികൾ അനുകരിക്കുന്നത് ആരെയാണ്? തനി മൗലവിമാരെ. നമ്മൾ പിടിച്ചത് കുറ്റുറപ്പുള്ള തേക്ക, മുജാഹിദീങ്ങൾ പിടിച്ചത് വെറും കറുത്ത തണ്ടാണ്. അതാണ് വ്യത്യാസം. ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇനി നിങ്ങൾ നോക്ക്, വഹാബികള് ആയത്തോതിയിട്ട് പറഞ്ഞു ഖുർആനുക്കും സുന്നത്തുക്കും മടക്കേണ്ടത് സ്വഹാബികളിലേക്കല്ല, അവർ മുസ്ലിയാക്കന്മാരെ പോലെയാണ്. ഇമാമിങ്ങളിലേക്കല്ല, കാരണം അങ്ങനെ ഖുർആൻ മടക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ കേരള ജമിയത്തുൽ ഉലമയ്ക്കാ മടക്കണ്ടേ. എന്നാ ജമാഅത്തെ ഇസ്ലാമി പറയുന്നതോ എവിടുക്കാ മടക്കേണ്ടത്? ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് എന്ത് ചെയ്യും? അവരുടെ നേതാവ് ഖുർആനും സുന്നത്തും പരിശോധിക്കും. അങ്ങനെ ഖുർആനും സുന്നത്തും പരിശോധിച്ചിട്ട് കിട്ടുന്ന മതവിധി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ ഓഫീസിലേക്കും കൊടുക്കും. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി മതവിധി ഖുർആനുക്കും സുന്നത്തുക്കും മടക്കാൻ അനുയായികളെ അയക്കണില്ല, അനുവദിക്കുന്നില്ല. പിന്നെ മടക്കല് നമ്മള്, ആ മടക്കല് സ്വീകരിക്കേണ്ടവർ തങ്ങളുടെ ശിഷ്യന്മാർ, അനുയായികൾ. മടക്കാനുള്ള സ്വാതന്ത്ര്യം സാധാരണക്കാർക്ക് കൊടുക്കുന്നില്ല.
പൊതുസമൂഹം മനസ്സിലാക്കിയ എന്തോ വെച്ചാല് വഹാബികളും മൗദൂദികളൊക്കെ ഖുർആൻ വളരെ സുതാര്യമായി എല്ലാരെ കയ്യക്കും ഇങ്ങനെ കൊത്തക്കല്ല് കളിച്ചാൻ കൊടുക്കണെന്നാ. ഇല്ല, വഹാബികൾ പറയുന്നതും മൗദൂദികൾ പറയുന്നതും ഞങ്ങൾ പറയും പോലെ മുഅ്മിനീങ്ങൾ നിൽക്കണം എന്നാ. ആലിമീങ്ങൾ പറയുന്നത് ഇമാമിങ്ങൾ പറഞ്ഞതുപോലെ നിൽക്കണം എന്നാ. ഈ ഒരു തർക്കേ മുസ്ലിങ്ങൾക്കിടയിലുള്ളൂ. അതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായി? യഥാർത്ഥത്തിൽ ഷാഫി ഇമാമ് പറഞ്ഞില്ലേ, ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് ശരിയായത് കിട്ടിയാൽ നിങ്ങൾ ഹദീസിന്റെ കൂടെ നിന്നോളൂ, ഇന്റെ മദ്ഹബ് സ്വീകരിക്കണ്ടെന്ന് ഷാഫി ഇമാം പറഞ്ഞില്ലേ? പറഞ്ഞു. അതുകൊണ്ടാണ് ഷാഫി ഇമാം ഇമാമായത്. എന്നാ മുജാഹിദീങ്ങൾ പറഞ്ഞ എന്താ? ഹദീസ് കിട്ടിയ നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത്, പിന്നെ ജമിയത്തുൽ ഉലമ കണ്ടുപിടിച്ചത് നിങ്ങൾ സ്വീകരിക്കണം. അങ്ങനെയാണ് സഹോദരന്മാരെ സക്കരിയ സ്വലാഹിക്ക് കുറച്ച് ഹദീസൊക്കെ കിട്ടി. നോക്കുമ്പോ കേരള ജമിയത്തുൽ ഉലമക്ക് ആ ഹദീസ് കിട്ടിയിട്ടില്ല. കേരള ജമിയത്തുൽ ഉലമക്ക് കിട്ടാത്ത ഹദീസ് സക്കരിയ സ്വലാഹിക്ക് കിട്ടിയാൽ അത് ഇസ്ലാമല്ല. യഥാർത്ഥത്തിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഷാഫി ഇമാമിന്റെ കയ്യിൽ കിട്ടിയ 10 ലക്ഷം ഹദീസിൽ നിന്ന് ഷാഫി ഇമാം കണ്ടെത്തിയ മസ്അലകളെ തള്ളിക്കളയാൻ ആ ഷാഫി ഇമാമിന്റെ കയ്യിൽ കിട്ടിയ ഹദീസിന്റെ പുറമെ ഒരു ഹദീസെങ്കിലും കയ്യിലില്ലാതെ എങ്ങനെയാണ് ഷാഫി ഇമാമിന്റെ തെറ്റ് തിരുത്താൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ ഒരാൾ തെറ്റ് കണ്ടുപിടിക്കുക, 4 മദ്ഹബിന്റെ ഇമാമിൽ ഒരാൾ തെറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിന്റെ ആൻസർ പേപ്പറിൽ 1ാം ക്ലാസ്സുകാരെ മാർക്ക് ഇടുക എന്നാണ്. ഈ അടുത്ത കാലത്ത് വഹാബികളുടെ ഒരു പുസ്തകമുണ്ട്, വിചിന്തനം. ആ വിചിന്തനത്തിൽ ഒരു ലേഖനം, ആ ലേഖനത്തിൽ എന്താ പറയുന്നത്? മദ്ഹബിന്റെ 4 ഇമാമിങ്ങളും തറാവീഹി 20-ൽ ചുരുങ്ങിയത് നിസ്കരിച്ചിട്ടില്ല. വഹാബികളുടെ നേതാവായ ഷെയ്ഖ് ഇബ്നു ബാസും മുഹമ്മദ് അബ്ദുൽ വഹാബും ഇബ്നു തൈമിയയും 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ പോലെ 20-ൽ താഴെ നിസ്കരിച്ചിട്ടില്ല. ഇത് പറഞ്ഞിട്ട് മുജാഹിദ് മൗലവി പറയാ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ 20-ന്റെ താഴെ നിസ്കരിക്കുന്നത്? അതിന് മൗലവി പറഞ്ഞ മറുപടി, നമുക്ക് കിട്ടിയ ഹദീസ് ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. ഏതാണ് ഹദീസ്? ആ ഹദീസ് മക്കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. അല്ലാഹുവിന്റെ ഹബീബ് റമളാനിലും അല്ലാത്ത കാലത്തും പതിവായി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്, വിത്ർ. അത് 11 എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് മുജാഹിദീങ്ങൾ തറാവീഹിന് വെച്ചുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസ് 4 ഇമാമിയക്കും കിട്ടിയിട്ടില്ല. ഈ ഹദീസ് ഷെയ്ഖ് ഇബ്നു ബാസിന് കിട്ടിയിട്ടില്ല, ഇബ്നു അബ്ദുൽ വഹാബിന് കിട്ടിയിട്ടില്ല, ഇബ്നു തൈമിയക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ എവിടുന്നേ പോൽക്ക് ഈ തെളിവ് കിട്ടിയത്? ഇബൽക്കാർക്കും കിട്ടാത്ത. അപ്പൊ അതിന്റെ തമാശ താരങ്ങള്, ഈ ഹദീസ് ആദ്യമായി ലോകത്ത് ഗ്രന്ഥത്തിൽ എഴുതി വെച്ച പണ്ഡിതൻ ഇമാം മാലിക് റഹിമഹുല്ലയാണ്. തന്റെ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചു. അള്ളാന്റെ ഹബീബ് റമളാനിലും അല്ലാത്ത കാലത്തും 11 നിസ്കരിച്ചിട്ടുള്ളൂ എന്ന ഹദീസ് ലോകത്തിന് തന്റെ മുവത്ത എന്ന ഗ്രന്ഥത്തിൽ സമർപ്പിച്ച ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ നിസ്കരിച്ചത് മുഴുവനും 20. മുജാഹിദ് മൗലവി പറയാ, ഈ ഹദീസ് ഇമാം മാലിക് തങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ വിഡ്ഢിത്തരത്തിന് പറയുന്ന പേരാണ് വഹാബിസം. അതാണ് 4ാം ക്ലാസ്സുകാരൻ +2കാരന്റെ ആൻസർ പേപ്പറിൽ മാർക്ക് ഇടുക എന്ന് ഞാൻ പറഞ്ഞത്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളുടെ കാതൽ ഇവിടെ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ അനുയായികളെ ഖുർആനിലേക്ക് വിടുന്നില്ല, മുജാഹിദുകൾ അനുയായികളെ ഖുർആനിലേക്ക് വിടുന്നില്ല, വിടുന്നത് പൗരോഹിത്യത്തിലേക്കാ. കേരള ജംഇയ്യത്തുൽ ഉലമയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതെന്ന് മൗലവിമാര്, ഇമാമിങ്ങളാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര്, അതേ ഇറാ സെന്ററിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് ജമാഅത്തുകാര്, ഇമാമിങ്ങളാണ് വ്യാഖ്യാനിക്കേണ്ടതെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര്. ഓ മുസ്ലിങ്ങളെ, ആരെയാണ് ഇവിടെ സ്വീകരിക്കാൻ നല്ലതോ? ആർക്കാണ് ഖുർആൻ തിരിഞ്ഞിട്ടുള്ളതോ? ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ,
ഖുർആനിലേക്കും സുന്നത്തിലേക്കും തന്നെയാണ് മടക്കേണ്ടത്. പക്ഷേ ആരാണ് മടക്കേണ്ടത്? മൗലവിമാരാണോ മടക്കേണ്ടത്? മദ്ഹബിന്റെ ഇമാമിങ്ങളാണോ മടക്കേണ്ടത്? തീർച്ചയായും മുസ്ലിം ലോകം വിശ്വസിച്ചതാ. ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷമുള്ള മുഅ്മിനീങ്ങളെല്ലാം പറഞ്ഞത് മദ്ഹബിന്റെ ഇമാമിങ്ങളാണ് ഖുർആൻ മനസ്സിലാക്കി വ്യാഖ്യാനിക്കേണ്ടതെന്നാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അനുയായികളോട് പറയുന്നത് എന്താ? ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഖുർആനൊക്കെ പഠിച്ചു മനസ്സിലാക്കി അതിൽ നിന്ന് ആശയങ്ങളൊക്കെ മനസ്സിലാക്കി അനുയായികളിലേക്ക് കൊടുക്കും. അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയിൽ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ട്. കാരണം ബുദ്ധിയുള്ളവരും ചിന്തയുള്ളവരുമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അവർ ഖുർആൻ മുത്താലഅ ചെയ്യുന്നുണ്ട്, ഹദീസുകൾ പഠിക്കുന്നുണ്ട്, ലോകത്തെ വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഖുർആനും ഹദീസും പഠിക്കാൻ ശ്രമിക്കുകയും കാലത്തെ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാവുന്നതാണ്. പക്ഷെ ഈ ഭിന്നങ്ങളായ അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കുവാനും സ്വാംശീകരിക്കുവാനും എന്നിട്ട് ഏകമുഖമായ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അണികളിൽ ആ അഭിപ്രായങ്ങൾ എത്തിക്കുവാനുമുള്ള ചടുലമായ സംവിധാനം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. പറഞ്ഞു മനസ്സിലാക്കൂല, മലയാളമാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാല് കോഴിക്കോട് ഇറാ സെന്ററിൽ മൗലവിമാരും മൗലവിച്ചിയാളും ഇരിക്കും, ഗവേഷണം നടത്തും. ഗവേഷണം നടത്തിയാൽ 4 മൗലവിമാർക്ക് 40 മസല കിട്ടും. ആ മസല ഒക്കെ പാടെ ഇറാ സെന്ററിൽ കൊണ്ടുവന്നിട്ട് ഭൂരിപക്ഷം നോക്കും. അങ്ങനെ ഭൂരിപക്ഷം നോക്കിയിട്ട് കിട്ടിയ മസല ഏതാണോ ആ മസലക്കനുസരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കും? അനുയായികളിലേക്ക് ഹുക്കുമ് കിട്ടും. അങ്ങനെയാണ് സഹോദരന്മാരെ 2005 മസല 2006 ജമാഅത്തേർക്ക് ഉണ്ടാവില്ല. കാരണം പിന്നെ ഭൂരിപക്ഷം മാറി. നമ്മളെ നാട്ടിലെ ഗവൺമെന്റ് മാറുന്ന മാതിരിയാണ്. ജമാഅത്തേരെ മസല മാറുക. കാരണം ഭൂരിപക്ഷം കൂടിയതിനനുസരിച്ച് അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അബുല്ലാല മൗദൂദി ജീവിക്കണ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഷൂറയിൽ അരപ്പെണ്ണില്ല. ആ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ കാലത്ത് ഗാന്ധിജിന്റെ കാലത്ത് ഒരു സമ്മേളനം നടത്തുമ്പോൾ സമ്മേളനത്തിലേക്ക് ഗാന്ധിജി വരാൻ തീരുമാനിച്ചു. അപ്പൊ ഗാന്ധിജിന്റെ മുന്നിൽ രണ്ട് നിബന്ധന വെച്ചു. ഒരു നിബന്ധന എന്താണ്? നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകും, ആ സ്ത്രീകളെ സ്റ്റേജിൽ ഇരുത്താൻ അയക്കൂല, ഓൽക്ക് വേറൊരു സ്ഥലം ഉണ്ടാവും, അവിടെ ഇരുത്താൻ പറ്റുള്ളൂ. എന്നാൽ നമ്മളൊക്കെ വേല നടത്തുമ്പോൾ പെണ്ണുങ്ങളെ കൊണ്ടുവരുന്ന മാതിരി മറ കെട്ടിയിട്ട് അപ്പുറത്ത്. ഗാന്ധിജി, അമുസ്ലിമായ ഗാന്ധിജിക്ക് സ്വന്തം പെണ്ണുങ്ങളേറ്റ് സ്റ്റേജിൽ കയറാൻ അനുമതിയില്ല. അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി അത് മൗലവി പറയണം. പാറ്റ്ന സമ്മേളനത്തിൽ ഗാന്ധിജി ഒരു പ്രഭാഷകനേ ആയിരുന്നില്ല. അദ്ദേഹത്തെ വേദിയിൽ പോലും കയറ്റിയിട്ടില്ല. അദ്ദേഹം സമ്മേളനത്തിൽ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ 4 ഉപാധികളോടെയാണ് സമ്മേളനത്തിന് വരാൻ അദ്ദേഹത്തിന് അനുവാദം കൊടുത്തത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേക പരിഗണനകൾ ഉണ്ടാകില്ല, സംസാരിക്കാൻ അവസരം ഉണ്ടാവില്ല, എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം ഉണ്ടാവും. സാധാരണഗതിയിൽ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ കൂടെ സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവരെ ഒപ്പം ഇരുത്താൻ പറ്റില്ല. സ്ത്രീകൾക്കായി സംവിധാനിച്ച പ്രത്യേകം സെക്ഷനിൽ മാറിയിരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പൊ ഗാന്ധിജി സമ്മേളനത്തിന് വരുമ്പോൾ കൊടുത്ത ഷർട്ടെന്താ? സുന്നിയാളെ സ്റ്റേജുമ്മ പെണ്ണുങ്ങളെ ഇരുത്താത്ത മാതിരി ഞങ്ങളെ സ്റ്റേജുമ്മ പെണ്ണുങ്ങളെ ഇരുത്താൻ പറ്റൂല. എന്നാ വിഷയത്തിലൊന്നും ഓലുണ്ടാവില്ല. റോട്ടും ഇറങ്ങിയ ഇത്ര നല്ല മാന്യന്മാര് വേറെ ഉണ്ടാവില്ല. കുളിച്ചാതെ സ്ത്രീ കിട്ടുന്ന പരിപാടിയാ. ഉള്ളു നോക്കിയാൽ ഇത്ര വാസന വേറെ ഇനും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുങ്ങൾ. പിന്നെയാണ് ഒരിക്കൽ ജമാഅത്തെ ഇസ്ലാമി യോഗം കൂടി. കൂരിയാട് ജമാഅത്തെ ഇസ്ലാമിന്റെ സമ്മേളനമാണ്. അതങ്ങനെയാണ്. ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, മുനാസബത്ത്. അതിന്റെ കോലം അങ്ങനെയാണ്. അന്ന് കൂരിയാട് ജമാഅത്തെ ഇസ്ലാമി സമ്മേളനം നടത്തി. ആ പഴയ ഓർമ്മക്കാണ് ഇപ്പൊ അതിലാരോ പോയി നോക്കിയായിരുന്നു. നമ്മളാണെങ്കിൽ പട്ടച്ചൂരെടുത്ത് ആട്ടും, ഇത് ചായ കൊടുക്കാൻ നിന്നു എന്നാണ്. അല്ലാഹു അലം. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറെ ആലോചിച്ച. ഇവിടെ പിന്നെ കൂരിയാട് അന്ന് ജമാഅത്തെ ഇസ്ലാമി സമ്മേളനം നടത്തിയപ്പോ ഗവേഷണം നടത്തി നോക്കുമ്പം ഭൂരിപക്ഷം കിട്ടിയപ്പോ പറഞ്ഞത് നമ്മളെ സദസ്സിലും മുഷാവറിയിലൊന്നും പെണ്ണുങ്ങളില്ല, ഞാൻ പറ്റൂല. അങ്ങനെ ഏതൊക്കെ മുഷാവറിയിലാണ് ആരിഫ് അലി കൊടുക്കണ ചീട്ടിൽ പെണ്ണുങ്ങൾ വരെ, അള്ളാഹു കാക്കട്ടെ. കാരണം അങ്ങനെയാണ്. മുഷാവറിയിൽ പെണ്ണ് വന്നൂടായില്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഷാവറിയിൽ എന്ത് ചെയ്തു പറയുങ്ങള്? കൂരിയാട് സമ്മേളനമായപ്പോ ഒരു പമ്പർന്നുള്ളു. ഭൂരിപക്ഷം അന്ന് അങ്ങനെയാണ്.
കൂരിയാട് സമ്മേളനത്തിന്റെ സ്റ്റേജും ഒരു പെണ്ണ്. കാരണം അന്നത്തെ ഭൂരിപക്ഷം അങ്ങനെയാണ്. അതാണ് ഈ സ്വാംശീകരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ തലചുറ്റി മൂക്കുടിച്ചിട്ട്. അങ്ങനെ എന്ത് ചെയ്തു പറയുങ്ങൾക്ക്? പെണ്ണൊരുമ്പെട്ട പിന്നെ നിങ്ങൾക്ക് അറിയില്ല അതിന്റെ കഥ. ഒരു പെണ്ണ് മതി 40 വണ്ടി കയറ്റാനായിട്ട്. ആ പെണ്ണ് മുഷാവറിയിൽ എത്തി നോക്കുമ്പോ പിന്നെ ജമാഅത്തിന്റെ സമ്മേളനം നടത്തുന്നത് ആണുങ്ങൾക്കും വേണ്ടിയല്ല പെണ്ണുങ്ങൾക്കും വേണ്ടിയാണ്. ഒരു പെണ്ണ് 40 ശരിയാക്കി, അല്ലെങ്കിൽ കയ്യിലാക്കി സ്വാധീനിച്ചു. 40 എന്നുള്ളത് ഞാൻ പിന്നെ ഒരു കൊട്ടക്കണക്ക് പറഞ്ഞതാന്ന് കൂട്ടിക്കൊള്ളി, എത്രയുള്ളത് ചാത്തരെ. അങ്ങനെ പിന്നെ നമ്മൾ കുറ്റിപ്പുറത്ത് സമ്മേളനം കാണുന്നത് പെണ്ണുങ്ങൾക്കാണ്. അങ്ങനെ പെണ്ണുങ്ങൾക്ക് സമ്മേളനം കാണുമ്പോൾ രസം തരങ്ങൾ കുറ്റിപ്പുറത്തെ കൂരിയാട് സമ്മേളനത്തിന്റെ സ്റ്റേജുമ്പോൾ ഒരു പെണ്ണും ബാക്കി ആണുമാണ്. കുറ്റിപ്പുറത്തെ സമ്മേളനത്തിൽ നോക്കുമ്പോൾ ഒരാണും ബാക്കി പെണ്ണുമാണ്. ഇതാണ് ഭൂരിപക്ഷത്തിന്റെ കഥ. ഗാന്ധിജിക്ക് അവനാന്റെ പെണ്ണുങ്ങളൊപ്പോ ഇരിക്കാൻ ജമാഅത്തേര് പണ്ടയച്ചില്ല. ആരാന്റെ പെണ്ണുങ്ങളൊപ്പാണ് ആരിഫ് അലി കുത്തിരിക്കുന്നത്? ഒന്ന് നോക്കാൻ നിങ്ങൾ. ഇങ്ങനെയാണ് ഖുർആന്റെ മാറ്റങ്ങൾ.